ഹലോ ഫ്രണ്ട്സ്, ഇവിടെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മളൊരു പുതിയൊരു എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആയിട്ട് സ്റ്റാർട്ടായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ്. നല്ലൊരു എക്സ്ചേഞ്ചാണ്. അത്യാവശ്യം വോളിയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. നല്ല വോളിയം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈനാൻസ് നമ്മളെപ്പോഴും പറയും, ബൈനാൻസ് തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ എയർ ഡ്രോപ്സ് എന്തെങ്കിലും പുതിയ എക്സ്ചേഞ്ചസ് കൊടുക്കുമ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്ചേഞ്ച് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ മാക്സിമം കിട്ടുന്ന എല്ലാ പ്രോഫിറ്റ്സും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ ന്യൂ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ന്യൂ യൂസേഴ്സിന് നല്ല രീതിക്ക് റിവാർഡ്സ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ബോണസ് റിവാർഡായിട്ടാണ് ഇപ്പോൾ കുറേ എക്സ്ചേഞ്ചസ് കൂപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് USDT കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ USDT കൂപ്പണായിട്ട് കൊടുക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഒന്നും കൂടെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അവർക്കും അതാണ് ലാഭം, നമുക്കും അതാണ് ലാഭം. കാരണം അവരുടെ വോളിയം കൂടും, നമുക്കാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ്സ് കൊടുക്കാം. കാരണം 20x ഒക്കെ ഇട്ടിട്ട് നമുക്ക് ലെവറേജ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും നമുക്ക് കൂപ്പൺ കിട്ടുന്ന സമയത്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ആകുന്ന എല്ലാ എക്സ്ചേഞ്ചസും ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിലും നല്ല രീതിക്കുള്ള USDT കൂപ്പൺസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുന്നെങ്കിൽ നല്ല രീതിക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും മതിയും വൈപ്പിക്കാം, നമ്മളെ മെയിൻ കണ്ടന്റിലോട്ട് ഇങ്ങനെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേപോലെ ടെലിഗ്രാം ചാനലിലും കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആപ്പ് സ്റ്റോറിലും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഈ ഒരു അപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ സൈൻ അപ്പ് നൗ കൊടുക്കുക. നമ്മൾ നേരെ ഈ ഒരു പേജിലോട്ടേക്ക് പോവുക. ഇവിടെ നമുക്ക് നോക്കാം ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. നേരെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ, അതേപോലെ തന്നെ iOS ആണെങ്കിൽ നേരെ ആപ്പ് സ്റ്റോറിലോട്ടേക്ക് പോകും. ഗെറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ബിറ്റ്ഫൈ എക്സ്ചേഞ്ച് ഓപ്പൺ ആയിട്ട് തന്നെ വരും. ജസ്റ്റ് എഗ്രി കൊടുക്കുക അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, താഴെ തന്നെ ഫസ്റ്റ് നമുക്ക് വരുന്ന 2 ഇവൻറ്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഒന്ന് ക്രിസ്മസിനെ ബേസ് ചെയ്തിട്ട് 1,40,000 USDT അവർ കാർണിവൽ റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞുതരാം. സെക്കൻഡായിട്ട് വരുന്നത് നമുക്ക് ന്യൂ യൂസേഴ്സിന് എല്ലാവർക്കും $2,088 വരെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അത് അവരുടെ കൂപ്പൺസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ കൂപ്പൺസ് ആണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീസ്, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഫീ റെഡ്യൂസ് ആകാനുള്ള കൂപ്പൺ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണസ് കിട്ടും. ആ ഒരു ബോണസ് കൂപ്പൺ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ്സ് ഫുള്ള് വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് $10 കൂപ്പണാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ലെവറേജ് വെച്ചിട്ട് $100 പ്രോഫിറ്റായിട്ട് എടുത്തു. ആ ഒരു $100 പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. $10 കൂപ്പൺ വെച്ചിട്ട് നിങ്ങൾ $1 പ്രോഫിറ്റ് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് $1 വിഡ്രോ ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു $2,088 പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണും. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളിത് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ KYC കംപ്ലീറ്റ് ആയി. ഒന്നും ചെയ്യേണ്ട, അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ മറന്നുപോയി. ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ സൈനപ്പ് ഓപ്ഷൻ വരും. ഇതിൽ മെയിൽ അടിക്കുക, പാസ്വേഡ് അടിക്കുക, മെയിലിലോട്ടേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു കോഡ് ജസ്റ്റ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ നേരെ KYC ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ സെൽഫി വെരിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം. ഇന്ത്യ സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ്, ഞാനിവിടെ ഐഡൻറ്റിറ്റി കാർഡ് ആധാറാണ് കൊടുത്തത്. ജസ്റ്റ് നമ്മുടെ ആധാറിലുള്ള ഫുൾ നെയിം അടിക്കുക, എൻ്റെ ID നമ്പർ അടിക്കുക, ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുക. അടുത്ത പേജിൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ബിറ്റ്ഫൈ എന്ന് എഴുതിയിട്ട് ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് എൻ്റർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു വൈറ്റ് പേപ്പറും നിങ്ങളുടെ ID കാർഡും ഹോൾഡ് ചെയ്യുന്ന ഒരു സെൽഫി എടുക്കുക. സെൽഫി എടുത്ത് നേരെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്ത് നേരെ നമ്മുടെ ആ ഒരു സെഷൻ, അതായത് നമുക്ക് $2,088 വെൽക്കം റിവാർഡ് കിട്ടുന്ന ആ ഒരു ഏരിയയിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈ നിങ്ങൾക്ക് റാൻഡം ആയിട്ടായിരിക്കും ഓരോ റിവാർഡ് കിട്ടുക. എനിക്കിവിടെ ജസ്റ്റ് അവൈലബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 USDT പെർപെക്ച്വൽ കൂപ്പൺ നമുക്ക് റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫീസ് റെഡ്യൂസ് ആവുകയുള്ളൂ. നമുക്ക് അവരുടെ ബോണസ് ടോക്കൺസ് ഉണ്ട്. ആ ഒരു ബോണസ് വന്നാലാണ് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ലക്ക് ബേസാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കിട്ടാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മൈ റിവാർഡ്സിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കൂപ്പൺ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഡിഡക്റ്റ് USDT ട്രേഡിംഗ് ഫീസായിരിക്കും നമുക്ക് ഡിഡക്റ്റ് ആവുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളത് യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഗോ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒതൻറ്റിക്കേറ്റർ ഇവിടെ സെറ്റ് ചെയ്തു. ജസ്റ്റ് ആ ഒരു ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു മെത്തേഡൊന്നും കാണിച്ചു തരേണ്ടി വരില്ല. അത് നിങ്ങൾ നേരെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ആ ഒരു സെഷനിലോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ പിന്നെ അവൈലബിൾ കാണിക്കും. നമുക്ക് പിന്നെ $2 കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇവൻറ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ തന്നെ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കുറേ 14 ഇവൻറ്റ്സ് ഉണ്ട്. 7 ന്യൂ യൂസർ ടാസ്കും
ഏണം അഡ്വാൻസ് ടാസ്ക്കുമാണ്. അഡ്വാൻസ് ടാസ്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. അക്കുമുലേറ്റ് ഡെപ്പോസിറ്റ് ഓഫ് 1000 USDT. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് 1000 USDT ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് $10 ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു 1 year ഒക്കെ എടുത്തിട്ട് 1000 USDT കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 USDT പെർസ്പെക്ച്വൽ ബോണസ് കിട്ടും. ഈ ഒരു ബോണസാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കൂപ്പൺ വേറെ, ബോണസ് വേറെ. കൂപ്പൺ നമുക്ക് ഫീസ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബോണസ് നിങ്ങൾ മാക്സിമം ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുക. 10, 30, 50, 200, 300 അങ്ങനെ പോകുന്നുണ്ട്. 10, 30, 50 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 90 USDT ബോണസ് കിട്ടും. ആ ഒരു ബോണസ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 10x എടുക്കാം, അല്ലെങ്കിൽ 20x എടുക്കാം. അത് നമ്മളൊരു ചെറിയ ഹാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ 2 അക്കൗണ്ട് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യുക, 2 ID വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു 3 നിങ്ങൾ അക്കുമുലേറ്റ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ഇത് ഡെപ്പോസിറ്റും ചെയ്യേണ്ട. നിങ്ങൾ കുറച്ചായി ഡെപ്പോസിറ്റ് വിഡ്രോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വോളിയം എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊരു എക്സാമ്പിളിന് 90 USDT നിങ്ങൾ ക്ലെയിം ചെയ്തു. നിങ്ങൾ 90 USDT 2 അക്കൗണ്ടിലും ക്ലെയിം ചെയ്ത ശേഷം നിങ്ങൾക്ക് 90 2 കൂപ്പൺ കിട്ടി. നിങ്ങൾ നേരെ ഫ്യൂച്ചർ ട്രേഡ് എടുക്കുക, BTC എടുക്കുക. ഇതിൽ മാക്സിമം എത്ര ലെവറേജ് ഇടാൻ പറ്റും നോക്കുക. ജസ്റ്റ് 20 ആണെന്നുണ്ടെങ്കിൽ 20. ചിലപ്പോൾ നമുക്ക് ലെവറേജിന് ലിമിറ്റൊന്നും ഉണ്ടാവില്ല. 125x ഒക്കെ വരെ ഇടാൻ വേണ്ടി പറ്റും. നിങ്ങൾ 2 അക്കൗണ്ടിലും BTC എടുത്ത് ഒന്നിൽ ബൈയും കൊടുക്കുക, ഒന്നിൽ സെല്ലും കൊടുക്കുക, മാക്സിമം ലെവറേജും ഇടുക. എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ഒന്ന് നമുക്ക് എന്തായാലും ലോസ് ആയിരിക്കും വരിക, ബട്ട് വേറെ ഒന്നിൽ നമുക്ക് അതേപോലെ തന്നെ പ്രോഫിറ്റും കിട്ടും. കാരണം നമ്മൾ ഒന്നിൽ ബൈയും സെല്ലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഇപ്പോൾ BTC പമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്തതിൽ കിട്ടും. അതേപോലെ തന്നെ BTC നല്ല ഡംപ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഇട്ടതിൽ ഒരു പ്രോഫിറ്റ് കിട്ടും. ഏതാണെന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു മെത്തേഡ് തന്നെയാണത്. ബാക്കി നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. എന്തായാലും ഈ ഒരു ഫസ്റ്റത്തെ 3 മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു ഇവൻറ്റും കൂടെ അവർ ന്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ USDT അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 1,40,000 USDT ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു ഗൂഗിൾ ഫോം ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇതിലാകെ അവർ ചോദിച്ചിരിക്കുന്നത് UID മാത്രമാണ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുക, നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ UID എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ജസ്റ്റ് ഈ ഒരു ID ഒന്ന് കോപ്പി ചെയ്യുക. നേരെ നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം, നേരെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്മിറ്റ് ആയിട്ടുണ്ട്. ബൈറ്റ് 5 ക്രിസ്മസ് കാർണിവൽ. അപ്പോൾ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഫൈസ് ഇവൻറ്റ്. അപ്പം നമ്മൾ ഈ ഒരു ഇവൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ചെറിയൊരു എമൗണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 100 USDT ഡെപ്പോസിറ്റ് ചെയ്യുക. കാരണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇവൻറ്റിൽ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നല്ല കൂടുതലാണ്. പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. കാരണം നമ്മൾ ഇവൻറ്റിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ വന്നിട്ട് ഇവിടെ നമുക്ക് താഴത്തെ അസറ്റ് ഉണ്ട്, വാലറ്റാണ്. നമ്മൾ ആ വാലറ്റ് ജസ്റ്റ് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമം 50 USDT ആണ് ഡെപ്പോസിറ്റ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TRX സെലക്ട് ചെയ്യാം. TRXൻ്റെ ക്രൈറ്റീരിയ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ TRXൻ്റെ BP20 അഡ്രസ് മാറ്റിയിട്ട് നിങ്ങൾ TRC20 അഡ്രസ് ആക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ BP20 അഡ്രസ് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. കാരണം ബൈനാൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് BP20 അഡ്രസ് അവൈലബിൾ ആണ്. ഈ ഒരു നെറ്റ്വർക്ക് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ TRXൻ്റെ മിനിമം 100 TRX ആണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ TRX വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് USDT വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 50 USDT ആണ് വിഡ്രോ ചെയ്യാൻ വേണ്ടത്. അതേപോലെ തന്നെ TRX ആകുമ്പോൾ നമുക്ക് മിനിമം 100 TRX ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ BP20ക്ക് കുറച്ച് ഫീസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയൊക്കെയുള്ള കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നൽകി യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര വിളിച്ചതിൻ്റെ ഗുഡ് ബൈ.